Hello, my dear students. Today we will start our first module of the subject Business Research Methodology. That's the introduction of what do you mean by business research, what's the definition of business research, what's the significance of business research, and what are the features of business research. Okay, firstly, what do you mean by research? ബിസിനസ് റിസർച്ച് അറിയുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് റിസർച്ച് എന്നറിയണം. റിസർച്ച് ഈ സിംപ്ലി മീൻസ് സെർച്ച് ഫോർ നോളജ്. സെർച്ച് ഫോർ നോളജ്, അറിവ് അല്ലേ, സെർച്ച് ചെയ്യുക. സെർച്ച് ഫോർ നോളജ്, നമുക്കറിയാത്ത കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ദാറ്റ് ഇസ് ടു ബി റിസർച്ച്. റിസർച്ച് മീൻസ് സെർച്ച് ഫോർ നോളജ്. എന്തെങ്കിലും അറിയാത്തൊരു കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ അറിയുന്ന കാര്യത്തെക്കാൾ കുറച്ചുകൂടെ അറിയണമെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ റിസർച്ച്. നമുക്ക് റിസർച്ചിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം പല സിറ്റുവേഷൻസും സാമൂഹ്യപരമായ കാരണങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ഗവൺമെന്റിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി മേഖലകൾ റിസർച്ച് അത്യാവശ്യമാണ്. ഓരോ കാര്യങ്ങളും ചെയ്യണം. ഇപ്പം നമ്മൾ ആലോചിക്കുകയാണ്, നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം തോന്നുകയാണ്, ഒരു ATM ഒരു ദിവസം എത്ര ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആവറേജ് യൂസ് എത്രയാണെന്ന് അറിയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ നോളജ് കണ്ടുപിടിക്കാം. ഇറ്റ്സ് എ സിമ്പിൾ റിസർച്ച്. അതുപോലെ ഇപ്പൊ നമുക്കറിയാം കല്യാണങ്ങൾ അല്ലെ, കല്യാണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഡിവോഴ്സുകൾ നടക്കുന്ന സമയം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ റിസർച്ച് നടത്താം. എങ്ങനെയാണ്, അറേഞ്ച്ഡ് മാരേജ് ആണോ ഡിവോഴ്സിലേക്ക് പോകുന്നത്, ലവ് മാരേജ് ആണോ കൂടുതൽ ഡിവോഴ്സിലേക്ക് പോകുന്നത്. ആ ഒരു ഡേറ്റ വെച്ചിട്ട്, ആ ഡേറ്റ നമുക്ക് അതിന് വേണ്ടുന്ന വിവരങ്ങൾ ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്തിട്ട്, ഡിവോഴ്സിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിലേക്ക് നമുക്ക് റിസർച്ച് നടത്താം. ഇപ്പം ഇൻഷുറൻസ് പോളിസികൾ, ഒരുപാട് ആൾക്കാർ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ആലോചിക്കണം, ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രൈവറ്റിൽ നിന്നാണോ സംതൃപ്തി കിട്ടുന്നത്, പബ്ലിക്കിൽ നിന്നാണോ സംതൃപ്തി കിട്ടുന്നത് അല്ലേ. ബാങ്കിങ് സേവനങ്ങൾ പ്രൈവറ്റിൽ നിന്നാണോ സേവനങ്ങൾ കിട്ടുന്നത്, പബ്ലിക്കിൽ നിന്നാണോ. പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നാണോ സേവനം നല്ലത് കിട്ടുന്നത്, പബ്ലിക് ആണോ. ഇറ്റ്സ് എ റിസർച്ച്. നമുക്കിത് അറിയണം. പൊതുജനങ്ങൾക്ക് ഇങ്ങനെയുള്ള സേവനം അറിയണം. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി അല്ലെ, ഇങ്ങനെയുള്ള അതിൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ. ഇനി തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് പോയതിനു ശേഷം അവർക്ക് സാമ്പത്തിക മെച്ചം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു സ്റ്റഡി. ഇതൊക്കെ നമുക്ക് പുതുതായിട്ട് കിട്ടുന്ന, നമുക്ക് ഈ വർഷം നിങ്ങൾക്ക് 6th സെമ്മില് ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്, റിസർച്ച് ചെയ്യാനുണ്ട് അല്ലെ. നിങ്ങളൊരു എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പ്രോബ്ലം നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുക. ഒരു റിസർച്ച്, നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ് ഇതൊക്കെ സോഷ്യൽ സയൻസ് റിസർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് സോഷ്യൽ സയൻസ് റിസർച്ച്? ഇവിടെ വ്യക്തികളുടെ കുറിച്ചാണ് നമ്മൾ പഠനം നടത്തുന്നത്, വ്യക്തികളെ കുറിച്ച്. എന്നാൽ നമുക്ക് അറിയാം, നമ്മൾ ഈ പറയപ്പെടുന്ന സയൻസ് സബ്ജക്റ്റുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലാബിലാണ്, എക്സ്പെരിമെന്റ്സ് ആണ് നടത്തുന്നത്. അവിടെ ഏതൊരാൾ ഒരേ എക്സ്പെരിമെന്റ് നടത്തിയാൽ ഒരേ റിസൾട്ട് തന്നെ കിട്ടും, അവിടെ വ്യത്യാസം ഉണ്ടാകില്ല. പക്ഷെ ബട്ട് ഇൻ ദ കേസ് ഓഫ് എ കൊമേഴ്സ് ആൻഡ് അതർ ആർട്സ് സബ്ജക്ട്, ദ റിസർച്ച് ഈസ് സ്റ്റഡി ടു ബി സോഷ്യൽ സയൻസ് റിസർച്ച്. സാമൂഹ്യ റിസർച്ചാണ് നടത്തുന്നത്. സാമൂഹ്യ റിസർച്ചിനകത്ത് വ്യക്തികൾ നടത്തുന്ന റിസർച്ചുകൾ പലതും വ്യക്തികളുടെ ഒപ്പീനിയൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡി തിരുവനന്തപുരത്ത് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി സ്വകാര്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ആൾക്കാർ സംതൃപ്തരെന്ന് പറഞ്ഞു. നിങ്ങൾ നടത്തിയപ്പോൾ, നിങ്ങൾ മലപ്പുറത്ത് നടത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി LIC പോലെയുള്ള പൊതു മേഖലാ കമ്പനികളാണ് നല്ലത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്റെ സ്റ്റഡിയാണ് മോശം, നിങ്ങളുടെ സ്റ്റഡിയാണോ മോശം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? നമ്മൾ രണ്ടാൾക്കാരും ചെയ്ത സ്റ്റഡി രണ്ട് സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പൊ റിസർച്ച് എന്നുള്ളത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള നേച്ചറാണ്. അവിടെ കിട്ടുന്ന വിവരങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ഇൻഡിവിജ്വൽസ് നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അവരുടെ ഒപ്പീനിയൻ മാറാം, ഒപ്പീനിയന്റെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് 100% നമുക്ക് റിസർച്ച് ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രീക്വന്റ് ആയിട്ട് സ്റ്റഡികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെ വീണ്ടും സ്റ്റഡികൾ ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് നോളജ് അപ്ഡേഷൻ ഉണ്ടാവുന്നു. ഇതാണ് ഒരു റിസർച്ചുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ റിസർച്ച് എന്ന് വെച്ചാൽ എന്താ? സംതിങ് ഇസ് എ സെർച്ച് ഫോർ ന്യൂ നോളജ്. പുതിയ അറിവിലേക്ക് കൊണ്ടുപോവുകയാണ് റിസർച്ച്. ഒന്നുകിൽ നമുക്ക് നിലവിലുള്ള അറിവിന് ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ പുതുതായിട്ടൊരു അറിവ് കണ്ടെത്തുന്നതാകാം. ഓക്കെ, ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോകാം. ഫസ്റ്റ് വൺ, എന്താണ് റിസർച്ച്? മീനിങ് ഓഫ് റിസർച്ച്. ദ വേർഡ് റിസർച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് 2 words. റിസർച്ച് എന്നുള്ള പദം 2 വാക്കാണ്. എന്താണ്? റീസെർച്ച്. റീ എന്ന് വെച്ചാൽ എന്താണ്? എഗെയിൻ, എ ന്യൂ, ഓവർ ആൻഡ് എഗെയിൻ അല്ലെ. വീണ്ടും എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ
സെർച്ച് എന്നുള്ളതൊരു ക്രിയയാണ്. എന്താണത്? ടു എക്സാമിൻ ക്ലോസ്ലി ആൻഡ് കെയർഫുള്ളി, ടു ടെസ്റ്റ്, ടു ട്രൈ, ടു പ്രോബ്, അല്ലെ? വിവരങ്ങൾ ശേഖരിക്കുക, അല്ലെ? നല്ലതുപോലെ എക്സാമിൻ ചെയ്യുക, നല്ലതുപോലെ കെയർഫുൾ ആയിട്ട് വ്യൂ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അപ്പം റിസർച്ച് എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും എക്സാമിൻ ചെയ്യുക. ഇറ്റ്സ് എ സെർച്ച് ഫോർ again and research again and again. That means it's a noun describing, that means research is a noun describing a careful, systematic, patient study and investigation in some field of knowledge. അല്ലെ? ഏതെങ്കിലും മേഖലയിൽ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ അടുക്കും ചിട്ടയോടുകൂടി, വളരെ ക്ഷമയോടുകൂടി, വളരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒരു അണ്ടർടേക്കൺ ടു എസ്റ്റാബ്ലിഷ് ഫാക്ട്സ് ഓഫ് പ്രിൻസിപ്പിൾ. എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാനോ, എന്തെങ്കിലും ഒരു തത്വം രൂപീകരിക്കുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയോ കൃത്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസർച്ച് എന്ന് വിളിക്കുന്നത്, അല്ലെ? റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണം എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഈസ് റിസർച്ച്? ഇറ്റ്സ് എ സെർച്ച് ഫോർ നോളജ്. നോളജിന് വേണ്ടിയുള്ള സെർച്ചാണ്. ഇറ്റ്സ് എ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ പെർട്ടിനന്റ് ഇൻഫർമേഷൻ ഓൺ എ സ്പെസിഫിക് ടോപ്പിക്. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഉള്ള ശാസ്ത്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ അടുക്കും ചിട്ടപരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അല്ലെ സെർച്ച് ചെയ്യുന്ന രീതിയാണ്. അതൊരു സിസ്റ്റമാറ്റിക് എഫോർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്. ഇതൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ പുതിയ അറിവ് കണ്ടെത്തുന്ന മാർഗമാണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ മൂവ്മെന്റ് ഫ്രം ദ നോൺ ടു ദ അൺനോൺ. അറിവിൽ നിന്ന്, അറിയുന്ന കാര്യത്തിൽ നിന്ന് പുതുതായിട്ട് അറിയാവുന്ന കാര്യത്തിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ് റിസർച്ച്, അല്ലെ? നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ കൃത്യമായി എല്ലാ കാര്യങ്ങളും അറിയില്ല. അപ്പൊ നമുക്ക് കുറച്ചറിയാവുന്ന കാര്യങ്ങളിൽ നിന്നൊരു പൂർണ്ണ അറിവിലേക്കുള്ള കാര്യങ്ങൾ, അല്ലെ അറിയാത്ത കാര്യങ്ങളിൽ നിന്ന് അറിയുന്ന ഒരു കാര്യം അറിയാനായിട്ട് ശ്രമിക്കുന്നു. ദാറ്റ് മീൻസ് an original contribution to the existing stock of knowledge making for its advancement. Research is an original contribution to the existing stock of knowledge. നിലവിലുള്ള അറിവിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണ്. എന്തിനാണ്? കണ്ടെത്തി കൊണ്ടുവരുന്നത്, അതിനെ വികസിപ്പിക്കുന്ന റിസർച്ചിലൂടെ, അല്ലെ? നമുക്ക് പലപ്പോഴും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇൻഷുറൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച്, LIC കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് ആൾക്കാർ പഠിച്ചിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് അറിയാം, LIC സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയാം. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് LIC പ്രൈവറ്റുമായി കമ്പയർ ചെയ്താൽ അപ്പൊ നമ്മളതൊരു പുതിയൊരു സ്റ്റഡിയാണ്. അപ്പൊ അവിടെ സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ ആ നോളജ് നിലവിലുള്ള നോളജിനോട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുതിയ 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 അറിവുകൾ കണ്ടെത്തുന്നു. ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ ഫ്രം ബയാസ്, തെറ്റായ അല്ലെങ്കിൽ നമ്മളുടെ തെറ്റില്ലാത്ത രീതിയിലുള്ള സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം ഈസ് റിസർച്ച്, അല്ലെ? ഒരു പ്രോബ്ലത്തിന്, ഒരു വിഷയത്തെ കുറിച്ച് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ദാറ്റ്സ് എ റിസർച്ച്. ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് സ്റ്റഡി. സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ അടുക്കും ചിട്ടയാണ്. റിസർച്ച് എന്നുള്ളതിന് അടുക്കും ചിട്ടയോടുകൂടിയാണ് പഠിക്കേണ്ടത്. അതായത് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യുമ്പോഴും ആ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ആളെ ഐഡന്റിഫൈ ചെയ്യുമ്പോഴും അത് അനലൈസ് ചെയ്യുമ്പോഴും അത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഒരിക്കലും തെറ്റുകൾ വരാൻ പാടില്ല, ബയാസ്ഡ് ആകാൻ പാടില്ല, അല്ലെ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ എടുത്ത് നമുക്ക് സ്റ്റഡി ചെയ്യുന്നിട്ടല്ല കാര്യം. നമുക്ക് കൃത്യമായ ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാരെയോ വ്യക്തികളെയോ അല്ലെങ്കിൽ ഇവന്റോ നമ്മൾ കണ്ടെത്തണം, അല്ലെ? അല്ലെങ്കിൽ കേസുകളോ പഠിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ്സ് ആൻ ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് മീൻസ് ഫ്രീ ഫ്രം ബയാസ്. ദെൻ വാട്ട് ഈസ് ബിസിനസ് റിസർച്ച്? നമുക്ക് ബിസിനസ് റിസർച്ച് എന്ന് വെച്ചാൽ ഈ റിസർച്ച് when it is applied to solve the problems in the business, it is called business research. Simply നമ്മൾ ഈ റിസർച്ചിന്റെ പ്രിൻസിപ്പിൾസും പ്രാക്ടീസും റിസർച്ചിന്റെ സ്റ്റെപ്സുകളും ഒരു ബിസിനസ്സിൽ അതിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് said to be business research. Business research is simply the application of research knowledge or the application of research process in business for solving the problems exist in the business. പലതരത്തിലുള്ള പ്രോബ്ലം ബിസിനസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലം ഫോർ എക്സാമ്പിൾ ഒരു ബ്രാൻഡ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് സെയിൽസ് കുറയുന്നു, എന്തുകൊണ്ട് ലാഭം കുറയുന്നു, ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. എങ്ങനെയാണ് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, ദീസ് ആർ ഓൾ പ്രോബ്ലംസ്. ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി വെൻ വി ആർ അപ്ലൈയിങ് the systematic way of research principles, or when we are applying the process of research or the principles of research in the business field, it is called business research. It is defined as systematic and objective process of generating information for aid in making business decision. അതായത് സിസ്റ്റമാറ്റിക് ആൻഡ് ഒബ്ജക്റ്റീവ് വേ ഓഫ്
പ്രോസസ്സിംഗ് ഓർ ജനറേറ്റിംഗ് വിവരങ്ങൾ കണ്ടെത്തുകയാണ്. ഇതിനു വേണ്ടി ബിസിനസ് ഡിസിഷൻ, ബിസിനസിന്റെ അത് ഫിനാൻഷ്യൽ ആകാം, ഓപ്പറേഷൻ ആകാം, മാർക്കറ്റിംഗ് ആകാം. ദർ ആർ ലോട്ട് ഓഫ് ഫീൽഡ്സ് involved in the business. There are a lot of problems are existing in the different fields of business. When we are applying the research principles or research process in solving the problems in the business, is called business research. Clear? Okay. Next, how we can define business research? Business research is the application of scientific methods in searching for the truth about the business phenomenon. ബിസിനസിന്റെ വ്യത്യസ്ത അവസ്ഥയെക്കുറിച്ച് നമ്മൾ ശാസ്ത്രീയപരമായി അതിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നു, ശാസ്ത്രീയപരമായി നമുക്ക് മനസ്സിലാക്കുന്നു. അതിനെയാണ് നമ്മൾ ബിസിനസ് റിസർച്ച്. ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? നമുക്ക് ഐഡിയ, ദിസ് പ്രോസസ് ഇൻക്ലൂഡ്സ് ഐഡിയ ആൻഡ് തിയറി ഡെവലപ്മെന്റ്. നമ്മുടെ പ്രോബ്ലം, നിലവിലുള്ള അവസ്ഥയെപ്പറ്റി നമ്മൾ പഠിക്കണം, ആശയം മനസ്സിലാക്കണം, അതുമായി ബന്ധപ്പെട്ട തിയറി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആ സെർച്ച്, നമുക്ക് അതിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ, സോൾവ് ചെയ്യുന്നതിനുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ആ ഇൻഫർമേഷൻ നമ്മൾ വിലയിരുത്തണം. എന്നിട്ട് നമ്മൾ കണ്ടെത്തണം എന്താണ് പ്രോബ്ലം എന്ന്. എന്നിട്ട് അതിന്റെ ഇംപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടെത്തി അത് സോൾവ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കണം. ദീസ് ആർ ദ വേ ഇൻ വിച്ച് വി ക്യാൻ സോൾവ് എ പ്രോബ്ലം ഇൻ ബിസിനസ്. ദെൻ ബിസിനസ് റിസർച്ച് പ്രധാനമായിട്ടും ബിസിനസ് ഉപയോഗിക്കുന്നത് ഒന്ന് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. നമുക്ക് മാർക്കറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെ, ദ മാർക്കറ്റ് ഈസ് സക്സസ്ഫുൾ കോമ്പറ്റീഷൻസ് ആൻഡ് അഡോപ്റ്റിംഗ് ബെസ്റ്റ് പ്രാക്ടീസസ് ത്രൂ ബിസിനസ് റിസർച്ച് ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അല്ലെ, ഒരു നല്ല റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റു ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന് നല്ലതുപോലെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ, ഇവാലുവേറ്റ് മാർക്കറ്റിംഗ് ട്രെൻഡ്. മാർക്കറ്റ് ട്രെൻഡ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റിസർച്ച് എടുക്കാം. ദ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് സച്ച് ആസ് ക്വസ്റ്റ്നെയർ ഉപയോഗിച്ച് സർവേ നടത്തി, ഇങ്ങനെയൊക്കെ നടത്തിയിട്ട് ഫോക്കസ് ഗ്രൂപ്പ് സർവേ നടത്തി, ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ബിസിനസ് ടു ഗെയിൻ ഇൻസൈറ്റ് ഓൺ ഇവാലുവേറ്റ് ദ മാർക്കറ്റ് ട്രെൻഡ്. മാർക്കറ്റിലെ ട്രെൻഡ്, കസ്റ്റമേഴ്സിന്റെ ഓരോ സാധനങ്ങളോടുള്ള അഭിപ്രായം, അവരുടെ യൂസേജ്, ഇതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാം. മാർക്കറ്റ് റിസർച്ചിലൂടെ നമുക്കത് കളക്ട് ചെയ്യാം. നമുക്ക് മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ പറ്റും. Through business research models, we can check if the market is huge enough to earn revenue by selling the company's product or by offering its service. ഈ റിസർച്ചിലൂടെ, ബിസിനസ് റിസർച്ച് മോഡൽസിലൂടെ നമുക്ക് മാർക്കറ്റിന്റെ അവസ്ഥ പഠിക്കാം. മാർക്കറ്റിൽ അതനുസരിച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാം. അതനുസരിച്ച് നല്ല സേവനങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അതുപോലെ മാർക്കറ്റ് റിസർച്ച് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. It helps in analyzing key business parameters and in turn managers become successful in decision making and achieving organizational goals. നല്ലതുപോലെ ബിസിനസിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി, പാരാമീറ്റേഴ്സ് ഓരോന്നും കൃത്യമായി പഠിച്ചിട്ട് നല്ലൊരു മാനേജറായി, നല്ലൊരു ഡിസിഷൻ മേക്കറായിട്ട് നമുക്ക് ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കും. ദെൻ വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് റിസർച്ച്? എന്താണ് ഒരു ബിസിനസ്സിൽ റിസർച്ചിന്റെ ആവശ്യം? റിസർച്ച് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ടു ഡിസ്ചാർജ് ഇറ്റ്സ് മാനേജറൽ ഫങ്ഷൻസ് ഓഫ് പ്ലാനിംഗ്, forecasting, coordinating, motivating, controlling and evaluating effectively. നല്ലതുപോലെ നമുക്ക് ഒരു ബിസിനസ്സിന്റെ വ്യത്യസ്ത മേഖലകളെ കുറിച്ച്, ബിസിനസിന്റെ സക്സസ് എങ്ങനെ ഉണ്ടാക്കാം, ബിസിനസ്സിലെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് കൃത്യമായി ഗവേഷണം നടത്തുകയാണെങ്കിൽ, നല്ലൊരു ഗവേഷണത്തിലൂടെ നമുക്ക് ബിസിനസിന്റെ മാനേജറൽ ഫംഗ്ഷൻ ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിങ്, അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ്, ഇതൊക്കെ നമുക്ക് കൃത്യമായി നടത്തിക്കൊണ്ടുപോകും. കൃത്യമായി നമുക്കത് ആസൂത്രണം ചെയ്ത് നമുക്ക് സക്സസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. റിസർച്ച് എപ്പോഴും ബിസിനസ്സിൽ സക്സസിന് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ റിസർച്ച് ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് തിങ്കിങ്. പുതിയ പുതിയ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. കൂടുതൽ പഠിക്കുമ്പോൾ, കൂടുതൽ റിസർച്ച് ചെയ്യുമ്പം ബിസിനസ്സിൽ കൂടുതൽ ചിന്തകൾ വരും. കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നും. അതിനെ അനലൈസ് ചെയ്യും, അതിനെ ഇവാലുവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇന്റർപ്രറ്റിംഗ് ഓഫ് ദ ബിസിനസ് എൻവയോൺമെന്റ്, ബിസിനസിന്റെ പരിസ്ഥിതിയെ പറ്റി അല്ലെങ്കിൽ പരിസ്ഥിതി ചുറ്റുപാടുകളെ കുറിച്ച് നമ്മൾ നല്ലതുപോലെ അനലൈസ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും. ആൻഡ് ഓഫ് വേരിയസ് ബിസിനസ് സിറ്റുവേഷൻസ് ആൻഡ് ബിസിനസ് ആൾട്ടർനേറ്റീവ്സ്, വ്യത്യസ്ത ബിസിനസ് അവസ്ഥകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ആൾട്ടർനേറ്റീവ്സ് നമ്മൾ പഠനത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഒരിടത്ത് നഷ്ടമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ലാഭം കുറവാണെന്ന് തോന്നിയാൽ മറ്റൊരു ആൾട്ടർനേറ്റീവിലേക്ക് പോകാനായിട്ട് റിസർച്ച് സഹായിക്കും. ഗവേഷണം ഏതൊരു കമ്പനിയും ഫ്രീക്വന്റ് ഗവേഷണത്തിലൂടെയാണ് അവരുടെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം നിലനിർത്തുകയും വിപണിയിൽ പിടിച്ചു നിർത്തുന്നത്. റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ഇല്ല എങ്കിൽ, ഇപ്പൊ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തന്നെ നമുക്കറിയാം, ഓരോ പ്രാവശ്യം അതിന്റെ കാറുകളും വണ്ടികളുടെ ഡിസൈനും വണ്ടികളുടെ ഫെസിലിറ്റി മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ട്? ഒരേ വണ്ടി തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തോന്നും. അല്ല, കസ്റ്റമേഴ്സിന്റെ നീഡ് ആൻഡ് വാണ്ട്സ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, അല്ലെ, മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതനുസരിച്ച് റിസർച്ച് നടത്തി പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിയാലേ ആൾക്കാർ വാങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും?
കൂട്ടേണ്ടി വരും അല്ലേ. നമുക്കറിയാം HMG, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അല്ലെ, അംബാസഡർ ഒന്നും ഇപ്പൊ ഇല്ല. എന്തുകൊണ്ടാ? പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷനൊക്കെ അത് പോകാൻ പറ്റിയില്ല, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അവർക്ക് വിപണിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ റിസർച്ച് ഉണ്ടായിരിക്കണം. സോ ആസ് ടു ബി കെയർഫുൾ ഹെൽപ്ഫുൾ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസി ആൻഡ് സ്ട്രാറ്റജി. ഈ ബിസിനസ് റിസർച്ചിലൂടെ നമുക്ക് ബിസിനസിന്റെ പോളിസി, ബിസിനസിന്റെ സ്ട്രാറ്റജി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. What do you mean by that? What are the significance? Research inculcates scientific, inductive thinking and it promotes the development of logical habits of thinking and organization. എപ്പോഴും റിസർച്ച് പുതിയ പുതിയ ആശയങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ലോജിക്കൽ പുതിയ ലോജിക്കൽ ഹാബിറ്റ്സ് ഓഫ് തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ റിസർച്ച് സഹായിക്കുന്നു. അതുപോലെ തന്നെ റിസർച്ച് ഇൻ സെവറൽ ഫീൽഡ്സ് ഓഫ് അപ്ലൈഡ് എക്കോണമിക്സ് വെദർ റിലേറ്റഡ് ടു ബിസിനസ് ഓർ ആസ് ദ എക്കോണമി ആസ് എ ഹോൾ ഹാസ് എ ഗ്രേറ്റ്ലി ഇൻക്രീസ്ഡ് മോഡേൺ ടൈംസ്. എല്ലാ മേഖലകളിലും, സാമ്പത്തിക സാമൂഹിക മേഖലകളിലെല്ലാം റിസർച്ചിന്റെ സ്വാധീനമുണ്ട്. റിസർച്ച് ഇല്ലാതെ ഒരു മേഖലയും മുന്നോട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ റിസർച്ച് പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ നിയർലി ഓൾ ഗവൺമെന്റ് പോളിസീസ് ഇൻ അവർ സിസ്റ്റം. നമ്മുടെ രാജ്യത്തെ ഓരോ പോളിസികളും ഡെവലപ്പ് ചെയ്യുന്നത് റിസർച്ചിലൂടെയാണ്. അതുപോലെ റിസർച്ച് ഹാസ് സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഇൻ സോൾവിംഗ് വേരിയസ് ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. ബിസിനസ്സിനും അതുപോലെ തന്നെ ഇൻഡസ്ട്രീസിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓപ്പറേഷണൽ ആൻഡ് പ്ലാനിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് റിസർച്ചിലൂടെയാണ്. അതുപോലെ റിസർച്ച് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഫോർ സോഷ്യൽ സയന്റിസ്റ്റ്. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്ക് സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും അതിന്റെ ആൻസേഴ്സ് കണ്ടെത്തുന്നതിനും സോഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനും റിസർച്ച് സഹായിക്കും. ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച്. The business research significance, it provides new knowledge, new facts in business cycles, environment analysis and technological upgrades സഹായിക്കുന്നു. ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് പ്രോബ്ലംസ്, ബിസിനസ്സിലെ ഓപ്പറേഷൻ ആൻഡ് പ്ലാനിംഗ് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നു. ടു ഫൈൻഡ് ദ റൈറ്റ് സപ്ലയർ അറ്റ് ദ റൈറ്റ് പ്രൈസ് ആൻഡ് ദ റൈറ്റ് ടൈം. നമുക്ക് കമ്പനിയിലേക്ക് നല്ല സപ്ലയേഴ്സിനെ കറക്റ്റ് സമയത്ത്, കറക്റ്റ് കുറഞ്ഞ വിലയ്ക്ക്, കറക്റ്റ് നല്ലൊരു സപ്ലയറെ കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് കിട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു, സമയം ലാഭിക്കാൻ സഹായിക്കുന്നു. ആൻഡ് മെയിൻറ്റെയിൻ എക്സ്പെർട്ടൈസ് ഓഫ് ദ കോർ കോമ്പറ്റൻസീസ്. ബിസിനസിന്റെ പ്രധാന മേഖലകളുടെ എക്സ്പെർട്ടൈസ് നിലനിർത്താനും എന്ത് സഹായിക്കുന്നു? നല്ല ബിസിനസ് റിസർച്ച്. ദീസ് ആർ ദ വേരിയസ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് റിസർച്ച്. നെക്സ്റ്റ് വൺ, നീഡ്സ്. നമ്മൾ പറഞ്ഞില്ലേ ബിസിനസ് റിസർച്ചിന്റെ ആവശ്യം എന്ന് പറയുന്നത്, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഈ മാർക്കറ്റ് പ്രോബ്ലം, ഓപ്പർച്യൂണിറ്റി, മാർക്കറ്റ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു, കസ്റ്റമറിന്റെ നീഡ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു, സെയിൽസ് ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നു, എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു, പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ഡിസ്കസ്. ദീസ് ആർ ദ നീഡ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് റിസർച്ച്. റിസർച്ചിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, റിസർച്ച് ഈസ് സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ടു എ ഫിനോമിനൻ. നമ്മുടെ സിസ്റ്റമാറ്റിക്, ശാസ്ത്രീയപരമായ അടുക്കും ചിറ്റോട് കൂടിയ കൃത്യമായ ഒരു അന്വേഷണമാണ് റിസർച്ച്. ദ പർപ്പസീവ് ഇൻവെസ്റ്റിഗേഷൻ എയിമിംഗ് അറ്റ് ഡിസ്ക്രൈബിംഗ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് എ ഫിനോമിനൻ. നമുക്കൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. എന്ത് വേണ്ടിയാണ്? വിലയിരുത്തൽ, എക്സ്പ്ലെയിനിങ് എ ഫിനോമിനൻ, ഒരു അവസ്ഥയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നത് റിസർച്ചിലൂടെയാണ്. അഡോപ്ഷൻ ഓഫ് സയന്റിഫിക് മെത്തേഡ്. റിസർച്ച് എപ്പോഴും ശാസ്ത്രീയ മെത്തേഡുകളുടെ അഡോപ്ഷനാണ്, ശാസ്ത്രീയ രീതിയിലാണ്. ഇത് ഒബ്ജക്റ്റീവ് ആൻഡ് ലോജിക്കലാണ്, ബയാസ്ഡ് അല്ലാത്ത, തെറ്റില്ലാത്ത, ലോജിക്കലായ രീതിയാണ് റിസർച്ച്. ബേസ്ഡ് ഓൺ ഒബ്സർവബിൾ എക്സ്പീരിയൻസ് ആൻഡ് എംപെരിക്കൽ എവിഡൻസ്. കാണാൻ പറ്റുന്ന, നമ്മളുടെ കണ്ണുകൊണ്ട് പറ്റുന്ന എക്സ്പീരിയൻസിലൂടെ ആണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതുപോലെ തന്നെ കൃത്യമായ എംപെരിക്കൽ എവിഡൻസ്, കൃത്യമായ തെളിവിലൂടെയാണ് നമ്മൾ കൺക്ലൂഷനിൽ എത്തിച്ചേരേണ്ടത്, റിസൾട്ടിൽ എത്തിച്ചേരേണ്ടത്. ഇത് ഡയറക്റ്റഡ് ടുവേഴ്സ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു പെർട്ടിനന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. നമ്മൾ അഭിമുഖീകരിക്കുന്ന എന്താണോ ചോദ്യം, ആ ചോദ്യത്തിലേക്കുള്ള ആൻസറും സൊല്യൂഷനും കണ്ടെത്തുന്നത് റിസർച്ചിലൂടെയാണ്. എംഫസൈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ജനറലൈസേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. പുതിയ പുതിയ കാര്യങ്ങൾ, ജനറലൈസേഷൻ, പുതിയ പുതിയ തത്വങ്ങൾ, പുതിയ പുതിയ തിയറികൾ, പുതിയ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകുന്ന എന്തിലൂടെയാണ്? റിസർച്ചിലൂടെയാണ്. പർപ്പസ് ഇസ് നോട്ട് ഓൺലി ടു അറൈവ് അറ്റ് ആൻ ആൻസർ ബട്ട് ആൾസോ ടു സ്റ്റാൻഡ് അറ്റ് ദ ടെസ്റ്റ് ഓഫ് ക്രിറ്റിസിസം. ഒരു റിസർച്ചിന്റെ എപ്പോഴും നമ്മളൊരു കണ്ടെത്തൽ അല്ല, പകരം എന്താണ്? കണ്ടെത്തിയ കാര്യത്തെ വെച്ചുകൊണ്ട് തെറ്റുകളുണ്ടെങ്കിൽ, കുറ്റങ്ങളുണ്ടെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് മാറ്റി പുതിയതിലേക്ക് കൊണ്ടുവരിക. അതാണ് റിസർച്ച്. റിസർച്ച് എപ്പോഴും ഒരു പ്രോബ്ലത്തെ സൊല്യൂഷൻ കണ്ടെത്തുന്നു. ഈ സൊല്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ സക്സസിലേക്ക് പോകത്തുള്ളൂ. These are the features of research. We will discuss the remaining portions in the next video. Okay, അപ്പോൾ നമ്മൾ ഇന്നത്തെ പഠിച്ചു. What do you mean by research? What are the definition? What is the definition of research? What is the significance of research? And what are the
features of research. Okay, I think you have a clear idea about the basic of research. Watch the video carefully, and if you have any doubt, please ask. Thank you for very much.